ഏപ്രിൽ 9 നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് ദ്വിമുന്നണി രാഷ്ട്രീയമാണ്. മുമ്പ് ഐക്യ കക്ഷികളായിരുന്നു, പിന്നെ ഇടതുപക്ഷ മുന്നണിയായി, അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി, ഐക്യ ജനാധിപത്യ മുന്നണിയായി, അങ്ങനെ ഏതായാലും UDF LDF എന്ന രീതിയിലുള്ള ഒരു ദ്വിമുന്നണി രാഷ്ട്രീയമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ ആർക്ക് ഭൂരിപക്ഷം കിട്ടും എന്ന് പോലും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ കേരളം ഒരു ഹങ് അസംബ്ലിയിലേക്ക് മാറുമോ, ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുമോ എന്ന രീതിയിലെ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കേരളം നീങ്ങുന്നൊരു ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകനായ ഡോക്ടർ ജയപ്രസാദ് അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് തൻ്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയാണ്. നമസ്കാരം. കഴിഞ്ഞ 2 തവണയായിട്ട് അധികാരത്തിലിരിക്കുന്ന LDF മാറിയിട്ട് ഒരു UDF വരുമെന്നൊരു പ്രതീക്ഷ UDF അണികളിലെങ്കിലും ഉണ്ട്. പക്ഷെ ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഇത്തവണ UDF കേരളത്തിൽ കിട്ടാനുള്ള സാധ്യതയുണ്ടോ? കഴിഞ്ഞ 10 വർഷത്തെ തുടർഭരണം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു തുടർഭരണം ഉണ്ടാകുക. തുടർഭരണം മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം 77-ല്. പക്ഷെ അതിന് ഇതുപോലെ 10 വർഷത്തെ കാലാവധി കിട്ടിയിരുന്നില്ല. 77-ല് നിലവിലുണ്ടായിരുന്ന ഭരണകൂടം തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇത് 10 വർഷത്തെ തുടർഭരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പം കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷന്റെ പശ്ചാത്തലത്തിലും ഒരു UDF അനുകൂല അന്തരീക്ഷമുണ്ട് എന്നൊരു പൊതുബോധമുണ്ടാകുകയുണ്ടായി. പക്ഷെ നമ്മൾ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ UDF ആ തരത്തിലുള്ളൊരു മേൽക്കോയ്മ കേരളത്തില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഒരുപോലെ കാണാൻ കഴിയില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിനെ വിഭിന്നമാക്കുന്നത് അത് തന്നെയാണ്. അഖില കേരള അടിസ്ഥാനത്തിൽ ട്രെൻഡില്ല. അഖില കേരള അടിസ്ഥാനത്തിൽ ഒരു UDF അനുകൂല ട്രെൻഡ് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിട്ടില്ല. പ്രധാനമായിട്ട് UDF മേൽക്കോയ്മ ഉണ്ടായത് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള 5 ജില്ലകൾ. അതിൽ കേരളത്തിൽ 5 ജില്ലകളിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലകൾ. അതായത് എറണാകുളം, മലപ്പുറം, വയനാട്, ഇടുക്കി, കോട്ടയം. അത് കൂടാതെ അവർക്ക് മേൽക്കോയ്മ ലഭിച്ചത് പത്തനംതിട്ടയും കാസർഗോഡുമാണ്. ഈ പത്തനംതിട്ടയും കാസർഗോഡിലും ന്യൂനപക്ഷങ്ങൾ താരതമ്യേന വളരെ ഏതാണ്ട് 45-46% വരുന്ന പ്രദേശമാണ്. അപ്പം മറ്റു ജില്ലകളിൽ ഇടതുപക്ഷത്തിന് അത്രയധികം പിന്നോട്ട് പോയിട്ടുമില്ല. ഭൂരിപക്ഷ സമുദായമാണ് ഇടതുപക്ഷത്തെ നിലനിർത്തുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഏതാണ്ട് 6 ജില്ലകളിൽ 7 ജില്ലകളിൽ UDF മേൽക്കോയ്മ ഉണ്ടെങ്കിൽ 6 ജില്ലകളിൽ വളരെ പ്രകടമായ മേൽക്കോയ്മ ഇടതു മുന്നണിക്കുണ്ട്. പക്ഷെ അവിടെ തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ 2 മുന്നണികളിലും കൂടാതെ ഒരു 3-ാം മുന്നണി കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ കേരള ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒന്നാക്കി മാറ്റാൻ പോകുന്നത് നിലവിലുണ്ടായിരുന്ന ബൈപ്പോളാർ മുന്നണി രാഷ്ട്രീയം. അത് ഒരു പരിധിവരെ ശിഥിലമായില്ല എങ്കിൽ പോലും അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ദുർബലമാകുക എന്ന് പറയുന്നതിൽ 2 തരത്തിലാണ്. ഒന്ന്, അതിന്റെ ആശയപരമായി നേതൃത്വപരമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള വീക്ക്നെസ് ഒരു ഭാഗത്തും, മറ്റൊന്ന് ജനങ്ങൾ തന്നെ ഈ 2 മുന്നണിയോടും 2 മുന്നണി കൂടാതെ അതിന് 3-ാമതൊരു മുന്നണിക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ താല്പര്യം പ്രകടമാകുന്ന തരത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ കാണിക്കുന്നത്. അതായത് ഇപ്പം അന്ന് പറഞ്ഞത്, ഇപ്പം അച്യുതമേനോന്റെ മന്ത്രിസഭയ്ക്ക് തുടർച്ചയായിട്ട് കരുണാകരന്റെ മന്ത്രിസഭ വന്നു. പക്ഷെ അന്ന് 2 മുന്നണികൾക്കും കിട്ടിയിരുന്ന ഷെയറും ഇപ്പോ ഈ 2 മുന്നണികൾ കിട്ടുന്ന ഷെയറും തമ്മിൽ വളരെ അന്ന് 2 മുന്നണികൾക്കും കൂടെ ഏതാണ്ട് 92-95% വോട്ട് ഷെയർ ഉണ്ടെങ്കിൽ ഇന്ന് 2 മുന്നണികൾ കൂടെ 73% അല്ലെങ്കിൽ 74%, 75% വോട്ടാണ് കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്നത്. ഇടക്കാലത്തൊരു ത്രികോണ മത്സരം ഉണ്ടായിരുന്നില്ലേ? ത്രികോണ മത്സരം, അതായത് വളരെയധികം മണ്ഡലങ്ങളിൽ. ഉദാഹരണത്തിന് അല്ല, ഞാൻ പറഞ്ഞു വന്നത്, കരുണാകരന്റെ കോൺഗ്രസ് പിളർന്ന് ഒരു വിഭാഗം കരുണാകരനും 80-ല് വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന സമയത്ത്, അത് 1980-ല് ഇടതുപക്ഷ മുന്നണി വരുന്നതിന് ആ സമയത്ത് ഒരു പ്രത്യേകത, ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 80-ലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കും ഒരു പോളറൈസേഷൻ ഉണ്ടാകുകയും കോൺഗ്രസിലെ ആന്റണി വിഭാഗം, ഇന്ദിരാഗാന്ധി വിഭാഗം UDF നിൽക്കുകയും ആന്റണി വിഭാഗം ഇടതുപക്ഷത്ത് വരികയും ചെയ്തു. അങ്ങനെ ഒരു ത്രികോണ മത്സരം ഒഴിവായിക്കൊണ്ട് വീണ്ടും ഇടത് ജനാധിപത്യ മുന്നണിയായി അത് എക്സ്റ്റെൻഡ് ചെയ്ത് 80-ല്. അങ്ങനെയാണ് LDF ഉണ്ടാകുന്നത്. അപ്പം ആന്റണി പക്ഷം, അതായത് കോൺഗ്രസിലെ മെജോറിറ്റി പക്ഷം ഇടതുപക്ഷത്തേക്ക് ചേരുകയും അങ്ങനെ ഇടതു മുന്നണിയുടെ ഭാഗമായി നിന്ന് കോൺഗ്രസ്
ജയിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ ഒരു ഭാഗം ഇടതുമുന്നണിയിലായിരുന്നു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 73% വോട്ടാണ് രണ്ട് മുന്നണികളും കൂടെ ഷെയർ ചെയ്തത്. അതായത് കേരളത്തിലെ വോട്ടർമാരിൽ 27% അല്ലെങ്കിൽ 26-27% ആളുകള് വോട്ടേഴ്സ് മാറി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൽ BJPയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20%-അടുത്ത് വന്നു. 20%-ത്തിന് 19.6%. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് 15%-അടുത്ത് വരും. അതായത് കേരളത്തിലെ 4-1 പേർക്ക് ഈ മുന്നണി രാഷ്ട്രീയത്തോട് താല്പര്യമില്ലാതെ 2015 ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, വിശേഷിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്കിത് പ്രകടമായി കാണാം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിൽ നിർണായകമാകാൻ പോകുന്നത്, ഒന്ന്, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒരു ഇടതുപക്ഷത്തിനെതിരായ തരംഗമോ ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗമോ കേരളം മുഴുവനും വ്യാപിക്കാൻ സാധ്യതയില്ല. മറ്റൊന്ന്, ഈ രണ്ട് മുന്നണികളും കേരളത്തില് ഭൂരിപക്ഷം നേടി വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഒരു 40-50ഓളം മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരത്തിന് സാധ്യത വളരെ കൂടുതലാണ്. അത് BJPയുടെ വോട്ട് ഷെയർ, നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലെയും BJPയുടെ വോട്ട് ഷെയർ കൂടുന്നത് നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ തിരുവനന്തപുരം ജില്ല, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, അതുപോലെ പാലക്കാട് ജില്ലയിലെ ചില മണ്ഡലങ്ങളിൽ, തൃശ്ശൂർ ജില്ല, കാസർഗോഡിലെ 2 മണ്ഡലങ്ങൾ, ഇപ്പം അതുപോലെ എറണാകുളത്തെ തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലങ്ങൾ, പിന്നെ അത് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി വരുന്നത്. കൂടാതെ 2020 BJP മുന്നണിയിൽ വന്നതോടെ, NDA മുന്നണിയിൽ വന്നതോടെ മധ്യ തിരുവിതാംകൂറിലും ഒരു ഡസൻ മണ്ഡലങ്ങളിൽ അതിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 10-25ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഏതാണ്ട് 17ഓളം സീറ്റുകളിൽ LDF ജയിച്ചത് ഏതാണ്ട്, അതായത് 2000, 3000, 1000 മുതൽ അല്ലെങ്കിൽ 5000-ന് താഴെയുള്ള ഡിഫറൻസിലാണ്. ഏതാണ്ട് കഴിഞ്ഞ ലാസ്റ്റിലെ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഏതാണ്ട് 17ഓളം മണ്ഡലങ്ങളിൽ ഇടതുമുന്നണി ജയിച്ചത് ഏതാണ്ട് ഒരു 500 മുതൽ 2000-3000 വോട്ടിന്റെ വ്യത്യാസത്തിലാണ്. അപ്പൊ അവിടെ BJPയുടെ ഭാഗമായി വിപുലീകരിച്ച NDAയും 2020യും കൂടെ വരുമ്പോഴത്തേക്കും സെൻട്രൽ ട്രാവൻകൂറിൽ BJPക്ക് താരതമ്യേന വോട്ട് കുറയുന്ന ഭാഗത്താണ് BJPക്ക് കുറച്ചുകൂടെ മെച്ചമുണ്ടാകും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ത്രികോണ മത്സരത്തിന്റെ നമ്പർ, അതായത് കേരളത്തിലെ ത്രികോണം തീർച്ചയായിട്ടും 1/3, 50 സീറ്റുകളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരം ഉണ്ടാകും. ശക്തമായ വോട്ടിന്റെ ലെവലിൽ തന്നെ ത്രികോണ മത്സരത്തിന് വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഒരു മുന്നണിക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ CPM-ന്റെ പല അനുഭാവികൾ തന്നെ അവര് തന്നെ ഒരു പ്രതീക്ഷ 50 സീറ്റ് വരെ CPM-ന് കിട്ടാം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ മുന്നണിയുടെ സംഖ്യ ഒരു 65-നപ്പുറം ഒരിക്കലും പോവാൻ സാധ്യതയില്ല. അല്ല, അത്രേ പോലും കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇടതു മുന്നണിയുടെ അതേ അവസ്ഥയിൽ തന്നെയാണ് UDF നിൽക്കുന്നത്. UDFന് ജനങ്ങളുടെ വിശ്വാസം, അത് ഉദാഹരണത്തിന് സംസ്ഥാനത്തിലെ ഇടതു ഭരണത്തിന്റെ ദുർഭരണത്തിന്റെ, അഴിമതിയുടെ, അല്ലെ ശബരിമല പോലെയുള്ള വിഷയങ്ങളിലെ ജനങ്ങൾക്കെതിരായ ഒരു രോഷം, അതിന്റെ ബെനിഫിഷ്യറി ആകേണ്ടത് UDF ആണ്. അപ്പൊ ആ UDFന് ആ തരത്തിൽ ക്രിയാത്മകമായ ഒരു സോളിഡ് ആയിട്ടുള്ള ഓപ്പോസിഷനായി ഒരു ഒറ്റ നേതൃത്വത്തോടെ വരാൻ കഴിയില്ല. അപ്പം നേതൃത്വ പ്രതിസന്ധി ഒരു ഭാഗം. മറ്റൊന്ന് BJPയുടെ വരവാണ്. BJP കേരള രാഷ്ട്രീയത്തിലെ വളരെ സ്ലോയിലാണ് മുന്നേറിയെങ്കിലും കഴിഞ്ഞ 2014 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ ശക്തമായ സാന്നിധ്യമുണ്ട്. അപ്പോൾ അത് പല ജില്ലകളിലും, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും BJP ശക്തമായ ത്രികോണ മത്സരം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ഉണ്ടാകും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കില്ല റിസൾട്ട് ഉണ്ടാകും. ത്രികോണ മത്സരത്തിന് ചില അഡ്വാൻറ്റേജ് ഉണ്ട്, അതിൽ ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും. അപ്പം പലപ്പോഴും ജയിക്കാനുള്ള സാധ്യത നമ്മൾ കരുതുന്ന മണ്ഡലങ്ങളിൽ ആ മുന്നണികൾ പുറകിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിലെ നിർണായകമാകാൻ പോകുന്നത് എൻ്റെ ഒരു കണക്കുകൂട്ടലില് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഹങ് അസംബ്ലി എന്നുള്ളതാണ്. കാരണം ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ആർജിക്കാൻ കഴിയാതെ വരിക ഒന്ന്. അങ്ങനെ വരാത്തതിന്റെ അതൊരു ഹങ് അസംബ്ലിയോ അല്ലെങ്കിൽ ഒരു മുന്നണി ബന്ധങ്ങളുടെ പുനരേകീകരണം ഉണ്ടായിക്കൂടെ? ഇപ്പം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും, ഇപ്പൊ ഉദാഹരണത്തിന് ഒറീസ, അവിടെ BJP ഉണ്ടായിരുന്നു, കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJD ഉണ്ടായിരുന്നു. പക്ഷെ പൊതുവെ അതൊരു 2 പാർട്ടി സംവിധാനമായിട്ട് മാറി. ആസാമിൽ 2 പാർട്ടി സംവിധാനമായിട്ട് മാറി.
ബംഗാളിൽ 4 പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ്, CPM, കോൺഗ്രസ്, BJP. പക്ഷെ അതും ഒരു 2 പാർട്ടി സംവിധാനമായിട്ട് മാറി. അപ്പൊ കേരളത്തിലും ഒരു 3 പാർട്ടി സംവിധാനം വരികയും ആർക്കും ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരു പുനരേകീകരണം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടി നമുക്ക് തള്ളിക്കളയാൻ രണ്ട് സാധ്യതയുണ്ട്. ഒന്ന്, UPA മോഡലുള്ള ഒരു അലയൻസിന് സാധ്യത. കാരണം ദേശീയ തലത്തിൽ BJP ഭരണമുള്ളത് കൊണ്ടും കേരളത്തിലും BJP ശക്തമായി വരുന്നുണ്ടും ശക്തമായ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അറിയാമല്ലോ, അവര് ശക്തമായ രാഷ്ട്രീയ പാർട്ടികളിലൂടെ സംഘടിതരാണ്. അപ്പൊ അവര് തൽക്കാലം കേരളത്തിലൊരു UPA മോഡൽ സാധ്യതയാണ് ഉണ്ടാകുക. ലോങ് റണ്ണിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചില മുന്നണി ധ്രുവീകരണത്തിനുള്ള സാധ്യതയുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ആ തരത്തിലേക്ക് കറക്റ്റായിട്ട് ഒരു എത്താൻ പറ്റും. പക്ഷെ എന്നാലും കേരളം ഒരു മാറ്റത്തിന്റെ വഴിയിലാണ്. ഹങ് അസംബ്ലി എന്ന് പറയുമ്പോഴേ 2 മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ മൂന്നാമത്തെ BJPക്ക് ഒരു കൺസിഡറബിൾ നമ്പർ ഓഫ് സീറ്റ്സ് വേണ്ടേ? അതല്ല, കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിലെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് LDFന് 98ഓളം സീറ്റ് ലഭിക്കുകയുണ്ടായി. അത് 2011 തെരഞ്ഞെടുപ്പില് വെറും 2 സീറ്റിന്റെ ബലത്തിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മള് 82 ശേഷമുള്ള കേരളത്തിലെ പല തെരഞ്ഞെടുപ്പുകളിലും UDFും LDFും തമ്മിൽ നിയമസഭയിലെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പം ഒരു മൂന്നാമത്തെ ഒരു കക്ഷി 6 മുതൽ 10 സീറ്റ് വരെ നേടിയാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യം അതുണ്ടാവും. കാരണം അത് അങ്ങനെ വരുമ്പോഴാണ് കേരളത്തിലൊരു പുതിയ ധ്രുവീകരണത്തിന് സാധ്യത ഉണ്ടാകുക. പക്ഷെ കേരളത്തിലെ ധ്രുവീകരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കേരളത്തിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ വളരെ സംഘടിതമായ മുസ്ലിം ന്യൂനപക്ഷമുണ്ട്. അതിൽ മുസ്ലിം ലീഗും അതുപോലെ മുസ്ലിം സംഘടനാ ശക്തിയുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിർണായകമായ റോൾ അവർക്ക് എടുക്കാൻ കഴിയും. ഇപ്പൊ ഇതില് UDFന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ UDF കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഒരു മുന്നണിയാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭൂരിപക്ഷങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗും ജമായത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള പാർട്ടികൾക്ക് ഡോമിനൻസ് ഉള്ള ഒരു കോൺഗ്രസ് മുന്നണി വരുന്നതിനെ ഭയത്തോടെ കാണുന്ന വിഭാഗങ്ങൾ കേരളത്തിലുണ്ട്. അത് ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗങ്ങളിൽ അത്തരം ഒരു പഴയ UDF ആയിരിക്കില്ല ഇനി വരിക. ഇനി വരുന്ന UDF ഒരു മുസ്ലിം ലീഗ്, ജമായത്തെ ഇസ്ലാമി മുന്നണിയായിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. സ്റ്റിയറിംഗ് അവരുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ താക്കോൽദാരം അവരുടെ കയ്യിലായിരിക്കും എന്നൊരു തോന്നല് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ടായിട്ട് അതും UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നോട്ടടിക്കുന്ന ഒരു അവസ്ഥയാണ്. രണ്ടാമത്, ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആദ്യത്തെ പടിയിൽ അവർ മുന്നിൽ വന്നിട്ടുമില്ല. ഡോക്ടർ ജയപ്രസാദ് പറയുന്നത് കേരളത്തിൽ ഒരു മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഒരു അറുതി വരാൻ പോവുകയാണ്. അതായത് ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF. അത് മാറിയിട്ട് 2 പേർക്കും ഭൂരിപക്ഷം കിട്ടാത്ത രീതിയിലുള്ള ഒരു ഹങ് അസംബ്ലിയിലേക്ക് കേരളം പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് ഡോക്ടർ ജയപ്രസാദ് പറയുന്നത്. നമുക്ക് ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 1 മാസം നമ്മൾ ഫലപ്രഖ്യാപനം കൂടി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാൻ കഴിയൂ.